പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപാട് പേര് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ ഭയങ്കര ടഫാണ്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് പഠിക്കാനും കുറച്ച് ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 1 റിവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചാപ്റ്റർ 1 പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വായിക്കാതെ കൂട്ടി വെച്ചാൽ നിങ്ങൾക്കൊരിക്കലും എക്സാമിന് നിങ്ങളുടേതായ രീതിയിലൊന്നും ഹിസ്റ്ററി എഴുതാൻ സാധിക്കില്ല. ബാക്കി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് കുറച്ച് അറിവ് വെച്ചിട്ട് നമുക്ക് എഴുതി ചേർക്കാം. പക്ഷേ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ വായിക്കാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ 1-2 തവണ വായിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക, ചെറിയ റിവിഷൻ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ സയൻസ് പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അതോടൊപ്പം ഒരുപാട് നേരം ഇരുന്ന് പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 1, റിവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വാർ. എ ഫ്യൂ ലൈൻസ് ഫ്രം ദ പോയം ഒരു ഉദ്ബോധനം ബൈ കുമാരനാശാൻ can be seen on the plate in the picture. These lines remind us of the importance of freedom in human life. Think about the freedom that we enjoy in day-to-day life. Did the people everywhere enjoy freedom like this? നമ്മളോട് പറയുകയാണ്, ഇവിടെ എന്താണൊരു റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. ഫ്രീഡം എലോൺ ഈസ് നെക്ടർ ഡിവൈൻ, ഫ്രീഡം ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. ടു എ സെൽഫ് റെസ്പെക്റ്റിംഗ് പീപ്പിൾ സ്ലേവറി ഈസ് മോർ ടെറിബിൾ ദാൻ ഡെത്ത്. എന്തെങ്കിലും മനസ്സിലായോ? ഫ്രീഡം എലോൺ ഈസ് നെക്ടർ ഡിവൈൻ, അതായത് സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം. ഫ്രീഡം ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്, സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം. ടു എ സെൽഫ് റെസ്പെക്റ്റിംഗ് പീപ്പിൾ സ്ലേവറി ഈസ് മോർ ടെറിബിൾ ദാൻ ഡെത്ത്. പാരതന്ത്ര്യം മാനികൾക്ക്, സെൽഫ് റെസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മാനികൾ, അഭിമാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമാണ്. ടെറിബിൾ ദാൻ ഡെത്ത്. മനസ്സിലായല്ലോ? അപ്പം കുമാരനാശാൻ്റെ ഉത്ബോധനം എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടത്. മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, തിങ്ക് അബൌട്ട് ദ ഫ്രീഡം ദാറ്റ് വി എൻജോയ് ഇൻ ഡേ ടു ഡേ ലൈഫ്. നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ഓക്കെ, ഇൻ സെവറൽ പ്ലേസസ് ദി കോമൺ പീപ്പിൾ ഡിഡൻറ്റ് ഹാവ് ആസ് മച്ച് ഫ്രീഡം ആസ് വി ഹാവ് ടുഡേ. എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നുണ്ടോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. പല നാട്ടിലും സാധാരണക്കാർക്ക്, കോമൺ പീപ്പിൾ, നാം ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. ദി പീപ്പിൾ ഹൂ വെയർ ഡിപ്രൈവ്ഡ് ഓഫ് ഫ്രീഡം ഹാഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. അതായത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ദി പീപ്പിൾ ഹൂ വെർ ഡിപ്രൈവ്ഡ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കപ്പെടുക. ഡിപ്രൈവ്ഡ് ഓഫ് ഫ്രീഡം ഹാഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. അതിന് വേണ്ടിയിട്ട് എന്താണ്, പോരാടേണ്ടി വന്നു, ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. സം അഡോപ്റ്റഡ് പീസ്ഫുൾ മീൻസ് whereas others preferred armed rebellion. അതായത് ചിലർ സഹന സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തു. അതായത് സഹിച്ചിട്ട് എന്താണ് എല്ലാത്തിനെയും നേരിടുക. അതിനെയാണ് സം അഡോപ്റ്റഡ് പീസ്ഫുൾ മീൻസ്, അതായത് സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിച്ചു. whereas others preferred armed rebellion. പക്ഷേ മറ്റു ചിലർ എന്താണ്, സായുധ സമരത്തിൽ പാത സ്വീകരിച്ചു. അതായത് റിബലായിട്ടുള്ള ആളുകൾ എന്താണ്, ആംഡ് റിബലിയൻ, അതായത് സായുധ സമരം, അതായത് ആയുധങ്ങൾ എടുത്തിട്ട് പോരാടാൻ തീരുമാനിച്ചു. ഓൾ ദീസ് സ്ട്രഗിൾസ് ട്രൈഡ് ടു ചേഞ്ച് ദ സിസ്റ്റം ദാറ്റ് ഡിനൈഡ് ഫ്രീഡം ആൻഡ് റൈറ്റ്സ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ വൺ. സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റിയിട്ട് പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. മനസ്സിലായല്ലോ? ഓൾ ദീസ് സ്ട്രഗിൾസ്, ഇവരിങ്ങനെയൊക്കെ പീസ്ഫുൾ മാനറിലും അതേപോലെ തന്നെ ആംഡ് റിബലിയനൊക്കെ ആയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തത് എന്ത് വേണ്ടിയിട്ടാണ്, സ്ട്രഗിൾ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രൈഡ് ടു ചേഞ്ച് ദ സിസ്റ്റം. ഇവിടെ നിലവിലിരുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട്, ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഡിനൈഡ് ഫ്രീഡം ആൻഡ് റൈറ്റ്സ്
ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ വൺ. അതായത് സ്വാതന്ത്ര്യവും റൈറ്റ്സ്, അവകാശങ്ങളും ഒക്കെ ഡിനൈ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ മാറ്റിയിട്ട് പുതിയതായിട്ട് നല്ല സ്വാതന്ത്ര്യമുള്ള, നമ്മുടെ അവകാശങ്ങൾക്കൊന്നും ആരും തടയണ വെക്കാത്ത ഒരു ലോകം, ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരോരോന്നും ഈ ഓരോരോ ആളുകളും ശ്രമിച്ചിരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവയെ ഓരോന്നിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? റിവല്യൂഷൻസ് എന്ന് വിളിക്കുന്നു. ദെയർഫോർ ദേ ആർ നോൺ ആസ് റിവല്യൂഷൻസ്. റിവല്യൂഷൻസ് അഥവാ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റിയിട്ട് പുതിയ ഒരു വ്യവസ്ഥിതി കൊണ്ടുവരിക. അവർക്ക് നല്ലതെന്ന് തോന്നിയ പുതിയ വ്യവസ്ഥിതി കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ റിവല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, ഫ്രീഡം ഇല്ലാത്ത, നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങളൊന്നും നടപ്പിലാക്കാൻ അനുവദിക്കാത്ത ഒരു സിസ്റ്റത്തിനെ മാറ്റിയിട്ട് ഒരു ന്യൂ സിസ്റ്റം ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തതുകൊണ്ടാണ് ഇതിനെയെല്ലാം നമ്മൾ റിവല്യൂഷൻസ് അഥവാ വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് റിവല്യൂഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തതായിട്ട്, the major factor that stimulated earlier revolutions was the Renaissance. എന്താണ് പറഞ്ഞത്? ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്ന് പറയുന്നത് നവോത്ഥാനമാണ്. നവോത്ഥാനത്തിൻ്റെ പേരാണ് റിനൈസൻസ്. ഓക്കെ, അപ്പം എന്താണ് നവോത്ഥാനം? നവോത്ഥാനം എന്താണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാം കേട്ടോ. Renaissance made significant changes in human thoughts, views and life. അതായത് ഈ നവോത്ഥാനം, റിനൈസൻസ് എന്ന് പറയുന്നത് മേഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ തോട്ട്സ്. അതായത് ഈ ഒരു നവോത്ഥാനം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട്. എന്തിലൊക്കെ? ഇൻ ഹ്യൂമൻ തോട്ട്സ്, വ്യൂസ് ആൻഡ് ലൈഫ്. അതായത് മനുഷ്യൻ്റെ ചിന്തകളിലും അതേപോലെ കാഴ്ചപ്പാടുകളിലും അവരുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു നവോത്ഥാനം പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് ലെറ്റസ് എക്സാമിൻ ദം, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് എന്ന് നമുക്ക് എക്സാമിൻ ചെയ്ത് നോക്കാം, ഒന്ന് ഓർത്തു നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ആൻസേഴ്സ് കണ്ടെത്താനുണ്ടല്ലേ, എന്തൊക്കെയാണെന്നാണ് നമ്മളോട്. അതായത് റിനൈസൻസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ തോട്ട്സ്, വ്യൂസ് ആൻഡ് ലൈഫ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പോയിന്റ് ചെയ്തിട്ട് പറയാനാണ് ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹ്യൂമാനിസം, സയൻറ്റിഫിക് ടെമ്പർ, റേഷണൽ തിങ്കിങ്, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഇതൊക്കെയാണ് റിനൈസൻസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ തോട്ട്, വ്യൂസ് ആൻഡ് ലൈഫ്. ലെറ്റസ് എക്സാമിൻ ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹ്യൂമാനിസം, സയൻറ്റിഫിക് ടെമ്പർ, അതായത് സയൻസിനോടുള്ള ഒരു ആഗ്രഹം, സയൻസ് പഠിക്കണം എന്നുള്ള, സയൻസിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതി മാറി വന്നു. റേഷണൽ തിങ്കിങ്, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഇതൊക്കെയാണ്. അതായത് എൻക്വയറി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സ്പിരിറ്റ്, എന്തെങ്കിലും ഒരു സിസ്റ്റം പറയുന്നത് അതേപോലെ കേട്ടിട്ട് അതേപോലെ ജീവിക്കുകയല്ലാതെ നമ്മൾക്ക് താല്പര്യമില്ലാത്ത, ഇത് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് എൻക്വയറി ചെയ്യാണ്, അതായത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ചിന്താഗതിയും അതിനുള്ള സ്പിരിറ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ റിനൈസൻസിനെ കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റിലത്തെ ചാപ്റ്റർ, ഫസ്റ്റ് പേജിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് റിവല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. രണ്ടാമതായിട്ട് റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തൊക്കെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ആണ് ഹ്യൂമൻ തോട്ട്സ്, വ്യൂസ് ആൻഡ് ലൈഫിൽ ഉണ്ടാക്കിയത്. ലെറ്റസ് എക്സാമിൻ ദം എന്ന് പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഹ്യൂമാനിസം, സയൻറ്റിഫിക് ടെമ്പർ, റേഷണൽ തിങ്കിങ്, സ്പിരിറ്റ് ഓഫ് എൻക്വയറി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത പേജിലോട്ട് പോവുകയാണ് കേട്ടോ. These novel ideas motivated people to question irrational beliefs and traditions. The progress in field of science brought about by the Renaissance gave birth to Enlightenment in the 18th century.
എന്താ സംഭവിച്ചത്? 18th സെഞ്ച്വറി ആയപ്പം ഈ ഒരു റിനൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ, അതായത് നവോത്ഥാനം വന്നപ്പോൾ യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും നമ്മൾക്ക് താല്പര്യമില്ലാത്ത യുക്തിക്ക് നിരക്കാത്ത വിശ്വാസങ്ങൾ, അതാണ് ഇറേഷണൽ ബിലീഫ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ചിന്താഗതിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന വിശ്വാസങ്ങളെയും അതേപോലെ ട്രഡീഷൻസ് സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ ഈ ഒരു നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. മനസ്സിലായല്ലോ? ദി പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ബ്രോട്ട് എബൌട്ട് ബൈ ദ റിനൈസൻസ് ഗേവ് ബർത്ത് ടു എൻലൈറ്റ്മെൻറ്റ് ഇൻ ദ 18th സെഞ്ച്വറി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. ഓക്കെ, ജ്ഞാനോദയം അഥവാ എൻലൈറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ സയൻസൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പണ്ടുള്ള അന്ധവിശ്വാസങ്ങളായിരുന്നു എന്നുള്ള ആ ഒരു പുതിയ ജ്ഞാനോദയം, അതായത് പുതിയ എൻലൈറ്റ്മെൻറ്റ്, പുതിയ വിഷയങ്ങളൊക്കെ പഠിച്ചെടുക്കുമ്പോൾ, സയൻസിൻ്റെ രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധി വരിക, അതിനെയാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻലൈറ്റ്മെൻറ്റ് ഇൻ ദ 18th സെഞ്ച്വറി. Thinkers of this movement propagated the ideas like freedom, democracy, equality and nationalism. അതായത് അന്നത്തെ കാലത്ത് ഒരുപാട് ചിന്തകരുണ്ടായിരുന്നു. ഓക്കെ, അവരെന്താണ് ചെയ്തത്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. എൻലൈറ്റ്മെൻറ്റ് അഥവാ ജ്ഞാനോദയം എന്ന് പറയുന്നത് തിങ്കേഴ്സ് ഉണ്ടാക്കിയതാണ്, അതായത് ചിന്തിക്കുന്നവരുണ്ടാക്കിയ. അപ്പോൾ ചിന്തകരായിട്ട് കുറേ പേരുണ്ടായിരുന്നു. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്ധവിശ്വാസത്തിൽ പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ഒന്നും ചോദ്യം ചെയ്യാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് എന്താണ് they propagated the ideas like freedom, democracy, equality and nationalism. ഇത്തരത്തിലുള്ള എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് എന്ത് മൂവ്മെൻ്റാണ് നടത്തിയത്? ഫ്രീഡത്തെക്കുറിച്ചും ഡെമോക്രസിയെക്കുറിച്ചും ഈക്വാലിറ്റിയെക്കുറിച്ചും നാഷണലിസത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങൾക്ക് അതുവരെ നിലവിലുണ്ടായിരുന്ന ആ വിശ്വാസങ്ങളും മാറ്റങ്ങളിലൊക്കെ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അന്നപ്പോൾ എന്താണ് എൻലൈറ്റ്മെൻറ്റ് ആയിട്ടുള്ള ചിന്തകർ, അതായത് തിങ്കേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? തിങ്കേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയാസ് ലൈക്ക് ഫ്രീഡം, ഡെമോക്രസി, ഇക്വാലിറ്റി ആൻഡ് നാഷണലിസം. മനസ്സിലായല്ലോ? ഇറ്റ് എൻകറേജ്ഡ് ദ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ഓട്ടോക്രാറ്റിക് സിസ്റ്റം പ്രിവെയിലിംഗ് ദെൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ, അതാണ് ഓട്ടോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ച് അവരെ ഏകാധിപത്യത്തിൽ, അവരുടെ നിയന്ത്രണത്തിലെല്ലാം ഏതാണെങ്കിലും അവരെ അടിച്ച് ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ള ചിന്തയിൽ വന്ന ആളുകളെ, ആ ഒരു ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. അതായത് എൻലൈറ്റ്മെൻറ്റ് കൊണ്ടുള്ള തിങ്കേഴ്സ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയതയെക്കുറിച്ചൊക്കെയുള്ള ഒരു ആശയങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായല്ലോ? ഇറ്റ് എൻകറേജ്ഡ് ദ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി വേൾഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ഓട്ടോക്രാറ്റിക് സിസ്റ്റം പ്രിവെയിലിംഗ് ദെൻ. ദീസ് പ്രൊട്ടസ്റ്റ് ഡെവലപ്ഡ് ഇൻ ടു റെവല്യൂഷൻസ് ഇൻ മെനി പ്ലേസസ്. ലെറ്റ് us ഡിസ്കസ് സം ഓഫ് ദീസ് റിവല്യൂഷൻസ് ആൻഡ് ദിയർ ഇമ്പാക്റ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ എതിർപ്പുകളെ പല നാടുകളിലും ജനകീയ വിപ്ലവമായിട്ട് വികസിച്ചു. ചെറിയ ചെറിയ എതിർപ്പുകൾ ആയിട്ട് വന്നിട്ട് പിന്നെ ആളുകൾ കൂട്ടമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള ഏകാധിപത്യ വ്യവസ്ഥകളോടും, അതായത് ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിനെതിരായിട്ട് ജനങ്ങൾ ചെറിയ ചെറിയ ഇതായിട്ട് സംഘടിച്ചിട്ട് ലാസ്റ്റ് അത് വലിയൊരു വിപ്ലവമായിട്ട്, ജനകീയ വിപ്ലവമായിട്ട് അത് വികസിച്ചു, ഗ്രോ ചെയ്തു. അത്തരം ചില വിപ്ലവങ്ങളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദീസ് പ്രൊട്ടസ്റ്റ് ഡെവലപ്ഡ് ഇൻ ടു റെവല്യൂഷൻസ് ഇൻ മെനി പ്ലേസസ്. ലെറ്റ് us ഡിസ്കസ് സം ഓഫ് ദീസ് റെവല്യൂഷൻസ് ആൻഡ് ദിയർ ഇമ്പാക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ അടുത്തതായിട്ട് ഈ ഒരു പേജിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? എൻലൈറ്റ്മെൻറ്റ് എന്നാൽ എന്താണ്? ഇറ്റ് വാസ് ദ സയൻറ്റിഫിക് ഇൻവെൻഷൻ ഇൻ യൂറോപ്പ് ദാറ്റ് മോൾഡഡ് എൻലൈറ്റ്മെൻറ്റ്, an intellectual and cultural movement. The thinkers of this movement gave importance to reasoning and opined that society is always progressing. Okay.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജ്ഞാനോദയം എന്ന ബൗദ്ധികവും, അതായത് ഇൻ്റലക്ച്വലും ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ്, അതേപോലെ സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ദ തിങ്കേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു റീസണിങ് ആൻഡ് ഓപ്പൻഡ് ദാറ്റ് സൊസൈറ്റി ഈസ് ഓൾവേസ് പ്രോഗ്രസിങ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തര പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. മനസ്സിലായല്ലോ? കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ദി പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ബ്രോട്ട് അബൌട്ട് ബൈ ദി റിനൈസൻസ് ഗേവ് ബർത്ത് ടു എൻലൈറ്റ്മെൻറ്റ് ഇൻ 18th century. ഓക്കെ, അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് അതിൽ തന്നെ തിങ്കേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റഡ് ദി ഐഡിയാസ് ലൈക്ക് ഫ്രീഡം, ഡെമോക്രസി, ഇക്വാലിറ്റി ആൻഡ് നാഷണലിസം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് വിപ്ലവങ്ങളെക്കുറിച്ച്, റെവല്യൂഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാം. ആദ്യമായിട്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നികുതി എല്ലാ ജനങ്ങളും കൊടുക്കുന്നുണ്ട്, പക്ഷെ തങ്ങൾക്ക് പ്രാതിനിധ്യം അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ തരാതെ, ഞങ്ങളെ പരിഗണിക്കാതെയുള്ള ഈ ഒരു സമൂഹത്തിൽ ഞങ്ങൾ ടാക്സ് അടയ്ക്കില്ല, നികുതി തരില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് വായിച്ചു നോക്കാം എന്താണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ. 18ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. എന്താണ്? ദിസ് വാസ് എ സ്ലോഗൻ, മുദ്രാവാക്യം. ദിസ് വാസ് എ സ്ലോഗൻ ദാറ്റ് thundered along different parts of North America in the second half of the 18th century. 18ാം നൂറ്റാണ്ടിൻ്റെ പകുതി, സെക്കൻഡ് ഹാഫ് ഓഫ് 18th century, ഇൻ നോർത്ത് അമേരിക്ക ഡിഫറെൻറ്റ് പാർട്ട്, അതായത് നോർത്ത് അമേരിക്കയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ മുഴങ്ങിക്കേട്ട, തണ്ടേഡ് എന്ന് പറഞ്ഞാൽ മുഴങ്ങിക്കേൾക്കുക, മുഴങ്ങിക്കേട്ട സ്ലോഗൻ, മുദ്രാവാക്യമാണ് ഈ പറഞ്ഞത്. മനസ്സിലായല്ലോ? 18ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഡിഫറെൻറ്റ് പാർട്സ് തണ്ടേഡ്, മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം, സ്ലോഗൻ ആയിരുന്നു ഇത്. ഓക്കെ, ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ ഈ മുദ്രാവാക്യങ്ങളിൽ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ലോഗൻ, മുദ്രാവാക്യം, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള സ്ലോഗൻ ആരാണ് ആദ്യമായിട്ട് ഫ്രെയിം ചെയ്തത്? ജെയിംസ് ഓട്ടിസ്. ഓക്കെ, ജെയിംസ് ഓട്ടിസ് ആണ് ഈ ഒരു മുദ്രാവാക്യം ജനങ്ങൾക്ക് നൽകിയത്. അപ്പോൾ ഈ ഒരു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് എന്നാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇങ്ങനെ സ്ലേവായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് കൂടി പ്രാതിനിധ്യമില്ലാതെ, ഞങ്ങളെയും കൂടെ പരിഗണിക്കാതെ നിങ്ങൾക്ക് എന്തില്ല, നികുതി ഞങ്ങൾ തരില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാരണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? വാട്ട് ഡിഡ് പീപ്പിൾ ഡിമാൻഡ് ത്രൂ ദിസ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ സ്ലോഗൻ ഫ്രെയിംഡ് ബൈ ജെയിംസ് ഓട്ടിസ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്. രണ്ടാമതായിട്ട് പറയുന്നത് അവിടെ തന്നെ ഇറ്റ് ഈസ് ആൻറ്റി പീപ്പിൾ ഇഫ് നോ റെപ്രസെൻറ്റേഷൻ, അതായത് ഞങ്ങൾക്ക് പ്രാതിനിധ്യം തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളെ കൂടി പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഇത് ആൻറ്റി പീപ്പിൾ ആണ്, അതായത് ജനങ്ങൾക്കെതിരെയുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ആൻറ്റി പീപ്പിൾ ഇഫ് നോ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, അതായത് ഞങ്ങൾ ടാക്സേഷൻ തരില്ല. എന്തുകൊണ്ട്? റെപ്രസെൻറ്റേഷൻ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ടാക്സേഷൻ തരില്ല എന്നുള്ള ആ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു 18th centuryയിലെ സ്ലോഗൻ കൊണ്ട് ഓരോരോ പീപ്പിളും ഡിമാൻഡ് ചെയ്തത്. എന്തൊക്കെയാണ്? റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്, രണ്ടാമതായിട്ട് ഇറ്റ് ഈസ് ആൻറ്റി പീപ്പിൾ ഇഫ് നോ റെപ്രസെൻറ്റേഷൻ, തേർഡ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം.
This slogan was raised by the people of America as part of a powerful agitation. Let us discuss the circumstances that lead to the agitations. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു സ്ലോഗൻ വരാൻ കാരണം ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അടിച്ചമർത്തിയ ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. അതിനിടയാക്കിയ സാഹചര്യം എന്താണ്? ഈ ഒരു ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ലെറ്റ് us ഡിസ്കസ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ടു ദ അജിറ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. From the 16th century onward, the Europeans began to migrate to North America. The major aim of the migration was to exploit the resources. By the 18th century, England had established 13 colonies in the eastern coast of North America. Can you locate them in map എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മാപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ from the 16th century onwards, the Europeans began to migrate to North America. യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എന്തുകൊണ്ടാണ് അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്നത് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദ മേജർ എയിം ഓഫ് ദി മൈഗ്രേഷൻ വാസ് ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്. എന്തെങ്കിലും ഒരു ലക്ഷ്യമോ അതായത് ഒരു എയിം ഇല്ലാതെ ആരും അവരുടെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുടിയേറാൻ പോവില്ല. എന്താണ് ആ ഒരു കുടിയേറ്റത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്? വിഭവങ്ങൾ കൈയടക്കുക, മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ബൈ ദി 18th century, 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 കോളനീസ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. അതായത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് എന്താ ചെയ്തത്? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ, അതായത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക, ഈ കടൽ തീരമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കോസ്റ്റ് ഏരിയയിൽ, നോർത്ത് അമേരിക്കയുടെ കോസ്റ്റ് ഏരിയയിൽ ഇംഗ്ലണ്ട് എന്തു ചെയ്തു? 13 കോളനികൾ സ്ഥാപിച്ചു. അതായത് ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 കോളനീസ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. മനസ്സിലായല്ലോ? അത്തരത്തിലുള്ള ഈ ഒരു കോസ്റ്റൽ ഏരിയയിൽ നിർമ്മിച്ചിട്ടുള്ള കോളനികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 13 എണ്ണം. ന്യൂ ഹാംഷെയർ, മസാച്യൂസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെൽവെയർ, മേരിലാൻഡ്, വിർജീനിയ, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ, ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ഇതൊക്കെയാണ് അവിടെയുള്ള കോളനികളായിട്ട് അവർ കണ്ടെത്തിയത്. ഇനി നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒബ്സർവ് ദി മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ 13 ബ്രിട്ടീഷ് കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക. ഇത് പറ്റിയാൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരു മാപ്പിലുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഏതൊക്കെയാണ് ആ ഒരു മാപ്പിലുള്ള കാര്യങ്ങൾ എന്ന് നോക്കാം. ഏതൊക്കെയാണ്? ന്യൂ ഹാംഷെയർ, മസാച്യൂസെറ്റ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, ഡെൽവെയർ, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലണ്ട് കൈയടക്കിയ ആ ഒരു സ്ഥലങ്ങൾ. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കോളനികളാണ് ഇതൊക്കെ. പറ്റിയാൽ പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ 3rd പേജിലോട്ടാണ് പോകുന്നത്. മൈഗ്രേഷൻ ടു അമേരിക്ക. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർത്തിട്ട് വേണം പഠിക്കാൻ. ജസ്റ്റ് ഒരു ഫിലിം കണ്ടാൽ നിങ്ങൾ ആ കാര്യം മറന്നു പോകാത്തത് എന്താണ്? അത് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലൊരു ഫിലിം പോലെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് നോക്കുക കേട്ടോ. കുറേ ആളുകൾ കുടിയേറുന്നതൊക്കെ ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മറന്നു പോകില്ല. അപ്പോൾ മൈഗ്രേഷൻ ടു അമേരിക്ക. Christopher Columbus, a sailor of the Spanish government, reached North America in 1492. അതായത് 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു.
അതായത് ക്രിസ്റ്റോഫർ കൊളംബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാവികൻ, ഒരു സെയിലർ ഓഫ് ദി സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു സെയിലറായിരുന്ന ക്രിസ്റ്റോഫർ കൊളംബസ് എന്തു ചെയ്തു? നോർത്ത് അമേരിക്കയിൽ 1492 എത്തപ്പെട്ടു. അപ്പോൾ 1492 എത്തപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? ഹി കോൾഡ് ദി ഇൻഡിജിനിയസ് പീപ്പിൾ ആസ് ഇന്ത്യൻസ്. അതായത് അവിടെയുള്ള തദ്ദേശീയരായ ജനങ്ങൾ, അതിനെയാണ് ഇൻഡിജിനിയസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡിജിനിയസ് എന്നുള്ളതിനെ അവർ ഷോർട്ടാക്കിയിട്ട് അവരെന്ത് വിളിച്ചു? ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഹി കോൾഡ് ദി ഇൻഡിജിനിയസ് പീപ്പിൾ ആസ് ഇന്ത്യൻസ്. മനസ്സിലായല്ലോ? ഹി തോട്ട് ദാറ്റ് ദ പ്ലേസ് ഹി റീച്ച്ഡ് വാസ് ഇന്ത്യ. അദ്ദേഹം വിചാരിച്ചത് എന്താണ്? അദ്ദേഹം എത്തിപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ ആണെന്നാണ്. നമ്മുടെ ഇന്ത്യ അന്നും വിഭവ സമൃദ്ധമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള പലതരം വിഭവങ്ങൾ, അതായത് പച്ചക്കറികളും കുരുമുളക്, നാണ്യവർഗ്ഗങ്ങൾ, അങ്ങനെ മനുഷ്യ വിഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ എന്ന് ഇവർക്കറിയാം. അപ്പോൾ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ട് 1492 ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അദ്ദേഹം എത്തിപ്പെട്ടത് എവിടെയാണ്? ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. ഓക്കെ, അവിടെ വടക്കേ അമേരിക്കയിൽ എത്തിപ്പെട്ടു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. അങ്ങനെയാണ് വടക്കേ അമേരിക്കയിലെ ആളുകൾ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ദ ഏർലിയർ colonies in America were established by a group of people who exiled to America from the religious persecutions of the King of England in the 17th century on a ship called Mayflower. അതായത് മെയ്ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ എന്താണ് കുറേ ആളുകൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനം, അതാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ റിലീജിയസ് പെർസിക്യൂഷൻസ് എന്ന് പറഞ്ഞാൽ മതപീഡനത്തെക്കുറിച്ച് അവിടെ താമസിക്കാൻ സാധിക്കാതെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ആ ഒരു ശല്യം കാരണം, പീഡനം കാരണം 17ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് ഇവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. ഓക്കെ, അമേരിക്കയിൽ എത്തിയത് ആരാണ്? ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലേക്ക് ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ രക്ഷപ്പെട്ടെത്തി. അവർ ചെറിയ ചെറിയ കോളനികൾ സ്ഥാപിച്ചു. ഇവരാണ് ആദ്യമായിട്ട് അവിടെ അമേരിക്കയിൽ ഇംഗ്ലീഷുകാരുടെ ഒരു കോളനി സ്ഥാപിച്ചത്. ഓക്കെ, ഇത്തരത്തിൽ കോളനി സ്ഥാപിച്ച ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിൽഗ്രിം ഫാദേഴ്സ്, അതായത് തീർത്ഥാടക പിതാക്കൾ എന്നറിയാം. പിൽഗ്രിം എന്ന് പറഞ്ഞാൽ എന്താ? തീർത്ഥാടനം നടത്തുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തീർത്ഥാടകരായിട്ട് എത്തുന്ന ആളുകളെയാണ് നമ്മൾ പിൽഗ്രിംസ് എന്ന് പറയുന്നത്. ഇവരെയാണ് തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെട്ടത്. With the increase in European migration, the Red Indians were displaced to the interiors. The Europeans seized their land and flock of sheep. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഉൾപ്രദേശത്തിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവർ കാടിലുള്ള അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു കോളനിയുള്ള സ്ഥലത്ത് നിന്ന് അവർ ഓടിക്കപ്പെട്ടു. എങ്ങോട്ട്? ഉൾപ്രദേശങ്ങളിലേക്ക് ഓടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യക്കാർ കവർന്നെടുത്തു. ദ യൂറോപ്യൻ സീസ്ഡ് എന്ന് പറഞ്ഞാൽ കവർന്നെടുക്കുക. ഓക്കെ, ദിയർ ലാൻഡ് ആൻഡ് ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, അതായത് ആട്ടിൻപറ്റത്തെയും അവർ യൂറോപ്യക്കാർ എന്തു ചെയ്തു? കവർന്നെടുത്തു. The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായിട്ടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടുമാണ് ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയത്. എന്തിനു വേണ്ടിയിട്ടാണ് കോളനികൾ ഉണ്ടാക്കിയത്? കോളനികളിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് അമേരിക്കൻ കോളനിയിൽ താമസിച്ചിരുന്ന ആളുകളെ ട്രീറ്റ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, they consider it as a centers for collecting raw materials. അതായത് അസംസ്കൃത വസ്തുക്കൾ, പല സാധനങ്ങൾ നിർമ്മിക്കാനുള്ള പല വിഭവങ്ങളും അവിടെ ഉണ്ടാവും. അങ്ങനത്തെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായിട്ടും അതോടൊപ്പം ഇവരുണ്ടാക്കുന്ന ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് പ്രോഡക്ട്സ് വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിട്ടുമാണ് ഇവർ ഈ ഒരു ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയത്.
മനസ്സിലായല്ലോ. ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫോർ ദിയർ ഇൻഡസ്ട്രി. അവർക്ക് ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. ആ ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള സെൻറ്ററായിട്ടും ആൻഡ് ആസ് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദിയർ പ്രോഡക്ട്സ്, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിർബന്ധിതമായിട്ട് പല ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കാനുള്ള കേന്ദ്രമായിട്ടുമാണ് എന്ത് ചെയ്തത്, ഇംഗ്ലീഷുകാരെ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയത്. ഓക്കെ. This policy implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മെർക്കന്റിലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്, മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികളിൽ, അമേരിക്കൻ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയത്തെയാണ് നമ്മൾ മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ദി പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിയർ മദർലാൻഡ് ഇൻ ദ അമേരിക്കൻ കോളനീസ് ഇസ് നോൺ ആസ് മെർക്കന്റിലിസം. മനസ്സിലായല്ലോ. തങ്ങളുടെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക്, അതായത് ബ്രിട്ടീഷ് മെർച്ചൻസ് തങ്ങളുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി അമേരിക്കൻ കോളനിയിൽ അടിച്ചേൽപ്പിച്ച പോളിസിയെയാണ് അല്ലെങ്കിൽ നിയമത്തെയാണ്, നയങ്ങളെയാണ് എന്ത് പറയുന്നത്, മെർക്കന്റിലിസം എന്ന് പറയുന്നത്. അപ്പം മെർക്കന്റിലിസം എന്നാൽ എന്ത് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈറ്റിലിൻ്റെ താഴെ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം, എങ്ങനെയാണ് അമേരിക്കൻ വാർ ഉണ്ടായത് എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു നമ്മൾ, അമേരിക്കയിലേക്ക് കുടിയേറിയത് ആരൊക്കെയാണ്, ഈ അമേരിക്കയിലേക്ക് കുടിയേറാനുള്ള ഈ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ സ്ലോഗൻ ആരാണ് നിർമ്മിച്ചത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു ടാക്സേഷൻ ഈ ഒരു സ്ലോഗനെ കൊണ്ട് ജനങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്, 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് 16th സെഞ്ച്വറിയിൽ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ട് കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലണ്ടിൻ്റെ കോളനികൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം മൈഗ്രേഷൻ ടു അമേരിക്ക, അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളെ പറ്റി, അതായത് കൊളംബസ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത് ആരെയാണ്, റെഡ് ഇന്ത്യൻസ് ആയിട്ട് അവർ പിൽക്കാലത്ത് അറിയപ്പെട്ടു. പിന്നീട് ഇംഗ്ലണ്ടിൽ നിന്ന് ആളുകൾ കുറേ പേര് പിൽഗ്രിം ഫാദേഴ്സൊക്കെ വന്നപ്പോൾ ഈ റെഡ് ഇന്ത്യൻസിനെ അവരെ എന്ത് ചെയ്തു, ഉൾപ്രദേശങ്ങളിലേക്ക്, അതായത് ഇൻറ്റീരിയർ പ്ലേസിലേക്ക് ആട്ടി ഓടിച്ചിട്ട് ഈ യൂറോപ്യന്മാരെ അവരുടെ ഫ്ലോക്ക് ഓഫ് ഷീപ്സ്, അതായത് ആട്ടിൻ പറ്റങ്ങളുടെയും അവരുടെ സമ്പത്തിനെയൊക്കെ അവർ കൊള്ളയടിക്കുകയും ചെയ്തു. ഓക്കെ. പിന്നീടുള്ളതാണ് ബ്രിട്ടീഷേഴ്സ് അമേരിക്കൻ കോളനികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. ഈ അമേരിക്കൻ കോളനികളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ, അതായത് റോ മെറ്റീരിയൽ ഫോർ ദിയർ ഇൻഡസ്ട്രി എല്ലാം പിടിച്ചെടുക്കുകയും അതോടൊപ്പം അവർ നിർമ്മിക്കുന്ന പല ഉൽപ്പന്നങ്ങളും, അതായത് പ്രോഡക്ട്സും വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ടുമാണ് അമേരിക്കൻ കോളനികളെ ബ്രിട്ടീഷുകാർ കൺസിഡർ ചെയ്തത്. അങ്ങനെ അത്തരത്തിലുള്ളൊരു പോളിസി കൊണ്ടുവന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മെർക്കന്റിലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ആൻഡ് ആസ് മാർക്കറ്റ്. ദ ബ്രിട്ടീഷ് മെർച്ചൻറ്റ്സ് ഇംപ്ലിമെൻറ്റഡ് ദിസ് പോളിസി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിയർ മദർലാൻഡ് ഇൻ ദ അമേരിക്കൻ കോളനീസ്. ഇറ്റ് ഈസ് നോൺ ആസ് മെർക്കന്റിലിസം. മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഇവരെ അടിച്ചേൽപ്പിച്ച മെർക്കന്റിലിസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. അതായത് അമേരിക്കക്കാരുടെ സ്ഥലത്ത് വന്നിട്ട്, അമേരിക്കക്കാർ താമസിക്കുന്ന കോളനികളിൽ വന്നിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഇവരുടെ ഓരോ നിയമങ്ങൾ, പുറത്തു നിന്ന് വന്നിട്ട് ഓരോ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചത് നോക്കാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതായത് അമേരിക്കക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് കപ്പലുകളൊക്കെ ഉണ്ടാവും ഈ കോളനികളിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക്. പക്ഷേ അതൊന്നും എടുക്കാതെ എന്താണ്, എവിടെ നിന്നോ വന്നിട്ടുള്ള ഈ ഒരു ഇംഗ്ലീഷുകാരുടെ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ തന്നെ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്ന നിയമം വന്നു. ഈ ഒരു നിയമപ്രകാരം എന്താണ് സംഭവിച്ചത്, ഈ അമേരിക്കക്കാർക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒരു ട്രേഡ്, അതായത് ബിസിനസ് ഒന്നും നടത്താൻ സാധിക്കാതെ വന്നു. ഈ എവിടുന്നോ നിന്ന് വന്ന ഈ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ, അതായത് ഇംഗ്ലീഷുകാരുടെ അധീനതയിലുള്ള കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ കയറ്റി അയക്കാവൂ എന്ന് വരുമ്പോൾ ഇവർക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് കപ്പലിലൂടെ വ്യവസായം നടത്താനൊന്നും, ബിസിനസ് കാര്യങ്ങളൊന്നും നടത്താൻ സാധിച്ചിരുന്നില്ല.
അതാണ് ഇതിൻ്റെ ഒരു കാരണം കേട്ടോ. അതായത് ദി ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ബ്രിട്ടീഷ് കോളനീസ്. മനസ്സിലായല്ലോ. രണ്ടാമതായിട്ട് ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസ് എക്സെട്ര. അതായത് കോളനികളിലുള്ള നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. നിങ്ങളെന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് വേറെ ഏതെങ്കിലും സ്കൂളിലെ ഏതെങ്കിലും ഒരു ടീച്ചർ വന്നിട്ട് പല കാര്യങ്ങളും അടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ ഈ ടീച്ചറോട് ചോദിച്ചിട്ട് അത് ചെയ്യാവോ, അല്ലെങ്കിൽ ഈ ടീച്ചറോട് ചോദിച്ചിട്ട് ഇത് ചെയ്യാവോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടല്ലേ? നിങ്ങളുടെ ടീച്ചേഴ്സിനെ അനുസരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ മറ്റ് ടീച്ചേഴ്സ് അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ എവിടെ നിന്നോ വന്ന ഒരാൾ അടിച്ചേൽപ്പിക്കുമ്പോൾ നിങ്ങൾക്കും വിഷമം വരും. അതേപോലെ തന്നെയാണ് ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദി ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസ്. അതായത് ബ്രിട്ടീഷുകാർ അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിനെ മുദ്ര പതിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Products of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നുള്ള ഒരു നിയമം വന്നു. അടുത്തതായിട്ട് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. അതായത് കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലം, അതായത് ഫുഡും ക്വാർട്ടേഴ്സും ഒക്കെ ബ്രിട്ടീഷിൻ്റെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡും അതേപോലെ താമസ സൗകര്യങ്ങളൊക്കെ കോളനിക്കാർ നൽകണം എന്നുള്ളതായി. അതായത് എവിടെ നിന്നോ വന്ന കുറച്ച് ആളുകൾ അവരെ അടിച്ചേൽപ്പിക്കുന്ന അവരുടെ സൈന്യത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡും മറ്റ് താമസ സൗകര്യങ്ങളൊക്കെ ഈ പാവപ്പെട്ട കോളനിക്കാർ, സ്വന്തം രാജ്യമാണെന്ന് ഓർക്കണം, അമേരിക്കക്കാരുടെ സ്വന്തം രാജ്യത്തിരിക്കുന്ന ആ കോളനിക്കാർ നൽകണം എന്നുള്ള ഒരു സ്ഥിതിയിലേക്കും വന്നു. അടുത്തതായിട്ട് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. അതായത് കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്കൊക്കെ ഇവർ ഇറക്കുമതി ചുങ്കവും നൽകണം എന്ന് പറഞ്ഞു. അതായത് ബ്രിട്ടീഷേഴ്സ് എവിടുന്നോ കൊണ്ടുവരുന്ന, അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ശരിക്കും ഇറക്കുമതി ചുങ്കം നൽകേണ്ടത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ കാര്യങ്ങളാണ് ഈ അമേരിക്കൻ്റെ കോളനിയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അവരാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേങ്കിൽ അതും കൂടെ ഈ കോളനിക്കാർ അടയ്ക്കണം, ഇറക്കുമതി ചുങ്കം നൽകണം എന്ന് വന്നു. അതായത് ഇമ്പോർട്ട് ടാക്സ് നൽകണം എന്നുള്ള ഒരു സ്ഥിതിഗതിയും വന്നു. ഇത്രയും കാര്യങ്ങളാണ് മെർക്കന്റൈലൈസ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിലുള്ള ഒരു 3 പേജസാണ് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് പഠിച്ചു. റിവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിവല്യൂഷൻ കാരണം എന്തൊക്കെ കാര്യങ്ങളാണ്, റിനൈസൻസ് അതായത് നവോത്ഥാനം കൊണ്ട് ജനങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ, ഹ്യൂമാനിസം, സയൻറ്റിഫിക് ടെമ്പർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എൻലൈറ്റ്മെൻറ്റ് കൊണ്ട് രാജ്യത്തുണ്ടായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ റിവല്യൂഷൻസ് എന്ന് പറയുന്നതും എൻലൈറ്റ്മെൻറ്റും തമ്മിലുള്ള ബന്ധം എന്താണ്, ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലുള്ള സ്ലോഗൻ എന്താണ്, ഈ സ്ലോഗൻ ആരാണ് എഴുതിയത്, ഈ ഒരു സ്ലോഗനെ കൊണ്ട് നാട്ടുകാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ കുടിയേറ്റം വന്നത്, ഇംഗ്ലണ്ടിൻ്റെ കോളനികൾ ഏതൊക്കെയാണ്, നോർത്ത് അമേരിക്കേൻ്റെ ഭാഗത്തുള്ള ഇംഗ്ലണ്ടിൻ്റെ കോളനികൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ മൈഗ്രേഷൻ ടു അമേരിക്ക, അമേരിക്കയിലേക്ക് കുറേ ആളുകൾ മൈഗ്രേറ്റ് ചെയ്തു വന്നിരിക്കുന്നു. കൊളംബസ് ഇവരെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഈ ഇന്ത്യൻസ് അല്ല, അവർ ശരിക്കുള്ള ഇന്ത്യ അല്ല എന്ന് മനസ്സിലായപ്പോൾ ഇവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് കുറേ ആളുകൾ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയിരുന്നു. അവരെയാണ് തീർത്ഥാടക പിതാക്കർ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്തിരുന്നു, ഇവർ വൈകാതെ ഈ ഒരു റെഡ് ഇന്ത്യൻസ്, മുൻപേ അവിടെ കോളനിയിൽ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെ ഒരുപാടധികം എന്ത് ചെയ്തു, ക്രൂശിക്കുകയും അവരെ ഇൻറ്റീരിയർ പാർട്ടിലേക്ക്, രാജ്യത്തിൻ്റെ കുറച്ച് ഉൾനാടുകളിലേക്ക് പറഞ്ഞു വിടുകയും അവരുടെ ഷീപ്പ് ആളുകൾ അവരുടെ സമ്പാദ്യത്തെയും അവരുടെ ആട്ടിൻപറ്റത്തെയും ഒക്കെ കവർന്നെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷേഴ്സ് അമേരിക്ക കോളനിയിൽ വന്നിട്ട് അത് അവരുടെ നാടാണെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് നടപ്പിലാക്കിയത്. അങ്ങനെ കുറേ അധികം നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചു, പോളിസീസ് ഉണ്ടാക്കി. അതിനാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഈ മെർക്കന്റിലിസ് നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും പഠിച്ചു വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ പറ്റിയുള്ള എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സും ഇതേപോലെ സോഷ്യൽ സയൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ടെൻഷനൊന്നുമില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ പഠിക്കാൻ വളരെ ഈസിയാണ്. ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി, എങ്കിൽ ഹിസ്റ്ററി മറന്നു പോവില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.